ഹലോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഡാർക്ക് വൂൾഫ് VFX സ്റ്റുഡിയോ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്ന അൺറിയൽ എഞ്ചിൻ നമ്മൾ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് 35% അതുപോലെ 45% ഒക്കെ എത്തുമ്പോൾ അവിടെ നിന്നിട്ട് ഒരു 400 അല്ലെ 4000 എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഷെയ്ഡറുകൾ ഇങ്ങനെ കാണിക്കും ഒരുപാട് ടൈം എടുത്തിട്ട്. അപ്പോൾ അത് എങ്ങനെ ഫാസ്റ്റ് ആക്കാന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ട്യൂട്ടോറിയൽ 1 by 1 ആയിട്ട് ഇവിടെ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് നോക്കിയിട്ട് വീഡിയോസ് കാണാൻ പറ്റും. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റിൽ നിന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് എത്തും. അതിൽ എഡിറ്റിംഗ് ഡെസ്ക് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ താഴെ അൺറിയൽ എഞ്ചിൻ കാണാൻ പറ്റും. അൺറിയൽ എഞ്ചിൻ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് മലയാളം എന്നുള്ളവർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് 1 by 1 ആയിട്ട് ഓർഡറിൽ ഇവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ട്യൂട്ടോറിയൽ 1 by 1 ആയിട്ട് ഇവിടെ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് നോക്കിയിട്ട് വീഡിയോസ് കാണാൻ പറ്റും. അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഡാർക്ക് വൂൾഫ് VFX സ്റ്റുഡിയോ. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ ജസ്റ്റ് ലോഞ്ച് അടിച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. അത് നമുക്ക് ലോഡായി കഴിഞ്ഞാൽ ഒരു 35% എത്തുന്ന സമയത്ത് ഇവിടെ കണ്ടോ കമ്പൈലിംഗ് ഷെയ്ഡേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ഈ കമ്പൈലിംഗ് നടക്കുന്ന സമയത്ത് കണ്ടോ 4515 ഫയലുകൾ കമ്പൈൽ ചെയ്ത് വരണം. അപ്പോൾ ഒരുപാട് ടൈം എടുക്കും. ഇത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ 35% 45% ഇതേപോലെ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും, ഒരുപാട് ടൈം എടുക്കും. അതുപോലെ CPU ഓവർക്ലോക്ക് ആയിട്ട് ഭയങ്കര വർക്ക് എടുക്കും, ചൂടാകും, അതുപോലെ ഭയങ്കര സൗണ്ടായിരിക്കും, അങ്ങനെ ഫാനൊക്കെ ഓവർ ഹീറ്റ് ആയിട്ട് കറങ്ങാൻ തുടങ്ങും. ഇങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് ലോഞ്ചായി വരുമ്പോഴേക്കും നമുക്ക് അടുത്ത പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ പിന്നെയും രണ്ടാമത് ഇതുപോലെ തന്നെ ലോഞ്ച് ആയിട്ട് വരും. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതിനെ എങ്ങനെ സോൾവ് ചെയ്യാം നമുക്ക് നോക്കാം. എന്തല്ലേ സെയിം വിൻഡോസിലും ഇതേ ഫീലിംഗ് ആണ്. ഞാനിപ്പോൾ മാക്കിലാണ് കാണിക്കുന്നത്. ഇപ്പോൾ വിൻഡോസിലാണെങ്കിലും നിങ്ങൾ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ലൊക്കേഷൻ എവിടെയാണെന്ന് വെച്ചാൽ സാധാരണഗതിയിൽ നോർമലി മാക്കിലാണെങ്കിൽ നമ്മുടെ OS ഇരിക്കുന്ന ഡ്രൈവിൽ യൂസർ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാവും. അതിൽ ഷെയർഡ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാവും. അതിൽ അൺറിയൽ എഞ്ചിനോ അല്ല എപ്പിക് ഗെയിം എന്നുണ്ടോ. ഈ എപ്പിക് ഗെയിമിൻ്റെ അകത്ത് അൺറിയൽ എഞ്ചിൻ 5.1 കണ്ടോ. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വിൻഡോസിൽ ഇതുപോലെ തന്നെ നിങ്ങൾ സി ഡ്രൈവിൽ വിൻഡോസ് ഇരിക്കുന്ന ഡ്രൈവിൽ സി ഡ്രൈവിൽ പ്രോഗ്രാം ഫയലിൽ ഇങ്ങനെ എപ്പിക് ഗെയിമിൻ്റെ ഫയൽ ഉണ്ടാവും. ഇതേപോലെ ഫോളോ ചെയ്ത് പോയാൽ മതി. അതിൽ നമുക്ക് എഞ്ചിൻ എന്ന് കാണാൻ പറ്റും. എഞ്ചിൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കോൺഫിഗ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ കണ്ടോ. ഈ കോൺഫിഗ് എടുക്കുക. ഇതിൽ നമുക്ക് ബേസ് എഞ്ചിൻ .ini എന്ന് പറഞ്ഞൊരു ഫയൽ ഉണ്ടാവും. അത് വിൻഡോസിലും ഉണ്ടാവും ബേസ് എഞ്ചിൻ എന്ന് പറഞ്ഞ ഫയൽ. അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ വിത്ത് ടെക്സ്റ്റ് എഡിറ്റർ, ഏതെങ്കിലും വിൻഡോസിലും ടെക്സ്റ്റ് എഡിറ്റർ ഉണ്ടാവില്ല, അതിൽ എഡിറ്ററിൽ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, കമാൻഡ് F, വിൻഡോസിലാണെങ്കിൽ മിക്കവാറും കൺട്രോൾ F ആയിരിക്കും ഫൈൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ. അല്ലെങ്കിൽ എഡിറ്റിൽ വന്നു കഴിഞ്ഞാൽ ഫൈൻഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഫൈൻഡിൽ നിങ്ങൾ ഇതുപോലെ ടൈപ്പ് ചെയ്യുക, നം ഇത് NUM അണ്ണ് യൂസ് എന്നടിച്ച് കഴിയുമ്പോൾ ഇങ്ങനൊരു നം അൺയൂസ് ഷെയ്ഡർ കമ്പൈലിംഗ് ത്രെഡ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അതിൽ 3 എന്നായിരിക്കും ഉണ്ടാവുക. അത് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് മാറ്റിയിട്ട് 0 എന്ന് മാറ്റി കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, സേവ് ചെയ്യുക. ക്ലോസ് ചെയ്ത് ഓട്ടോമാറ്റിക് സേവ് ആണെങ്കിൽ കുഴപ്പമില്ല. വേണമെങ്കിൽ ഒന്ന് ഡബിൾ ചെക്ക് ചെയ്ത് നോക്കുക നമ്മൾ സേവ് ചെയ്തത് സേവ് ആയിട്ടുണ്ടോ എന്നുള്ളത്. ഇതിൽ ഓട്ടോമാറ്റിക് സേവ് ആണ്. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സേവ് കൊടുക്കണം കേട്ടോ. ഒന്നുകൂടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ 0 തന്നെയാണോ കാണുന്നതെന്ന് നോക്കുക. ഇതിൽ വേണമെങ്കിൽ ഫയലിൽ നമുക്ക് സേവ് ചെയ്യാം. കമാൻഡ് S അടിച്ച് സേവ് ചെയ്യാം. വിൻഡോസിലാകുമ്പോൾ കൺട്രോൾ S അടിച്ച് സേവ് ചെയ്യാം. ഓക്കെ അല്ലേ. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യുക. സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. റീസ്റ്റാർട്ട് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ലോഞ്ച് ചെയ്ത് നോക്കാം. ഇപ്പോൾ നേരത്തെ ഓപ്പൺ ആകുന്നതുകൊണ്ട് 10 ഇരട്ടി ഫാസ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ ബൂട്ട് ആകുന്നത് കണ്ടോ. 35-45 നമ്മൾ കാണുന്ന പോലും ഇല്ല. നേരെ 71 ചെറിയൊരു ടൈം എടുക്കുന്നുണ്ട്. കുറഞ്ഞ സമയം എടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് വർക്കൗട്ട് ആവുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് തരിക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.